Hi all, welcome to X and Y Mission Olympiads. So നമ്മൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പാർട്ട് 1 കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോവാം, അവിടെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കിടപ്പുണ്ടാവും. സോ അത് കാണാം. ഓക്കെ, കൂടാതെ എന്ത് ചെയ്യാം, NSC JS പോലുള്ള എക്സാംസിന് IOQM പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഓൾറെഡി എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിലാണ് ലാസ്റ്റ് നിന്നിരുന്നത്. റൈറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഐശ്വര്യമായിട്ട് അവിടെ തന്നെ തുടങ്ങാം. റൈറ്റ്, ഓക്കെ. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് തന്നെ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ഫൈൻഡ് ദി ഇക്വലൻസ്. ഓക്കെ, ഇനി A and B ഒന്നും ഇല്ല ഇവിടെ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്താ കാണേണ്ടത്, ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ 2ഉം ഈ 2 എന്താണ് സീരീസിലൊക്കെ എടുക്കുന്നത്. ആ 2ഉം സീരീസിലായാലേ അവിടെ ഇക്വലൻസിൽ എന്താവും, 4 Ohm ആവും. സോ ഒന്ന് റീഡ്രോ ചെയ്താലേ, ഓക്കെ, ഞാൻ ആർക്കും മനസ്സിലാവാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് റീഡ്രോ ചെയ്താൽ എന്താവും, ഈ 2ഉം 4 ആവും. സോ നമ്മൾ ഒന്നായിട്ട് വരച്ചേ. റൈറ്റ്, സോ ഇവിടെ ഇപ്പോൾ എങ്ങനെ എടുക്കുന്നത് സർക്യൂട്ട്, ഇവിടെ ഒരു 4 Ohm, ബാക്കിയല്ല അതുപോലെ. റൈറ്റ്, ഇവിടെ ഒരു 8 Ohm, ഇവിടെ ഒരു 1 Ohm, ഇവിടെ ഒരു 2 Ohm. ഓക്കെ, സോ മറ്റേ നമ്മൾ 2ഉം 4 ആക്കി സീരീസിലാക്കി എഴുതി. ഓക്കെ, ഇനി ഈ 8ഉം ഈ 4ഉം എന്താണ്, പാരലൽ ആയിട്ടാണ്. സോ നമുക്ക് അവിടെ എങ്ങനെ കാണാം, R പാരലൽ. സോ നമ്മൾ പഠിച്ച് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. പാരലൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. സോ 8 × 4 ഡിവൈഡഡ് ബൈ 8 + 4. 8 × 4 എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 12 which is equal to 16/6 or 8 എത്ര ഇടാം, 8/3 എന്ന് എഴുതാം. റൈറ്റ്, ഇനിയോ, ഇനി ബാക്കി സീരീസ് ആണ്. റൈറ്റ്, ഇപ്പം എങ്ങനെയാണ് എടുക്കുന്നത്, ആർക്കും മനസ്സിലാകത്തോൽക്കുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അല്ലാത്തവർക്ക് ഇത് കണ്ടാൽ തന്നെ വേഗം എഴുതാവുന്നതാണ്. സോ ഇവിടെ എത്ര ഇക്വലൻസ് ആയി കിടക്കുന്നത്, ഇവിടെ 8/3, ഇവിടെ ഇത് കിടക്കുന്നത്, ബാക്കി ഇവിടെ 1, ഇവിടെ 2. സോ ആ ടോട്ടൽ എങ്ങനെ വരാം, 8/3 + 2 + 1, അതായത് 8/3 + 3, 9 + 8 എന്ന് പറഞ്ഞാൽ 17/3 Ohm ടോട്ടൽ. ആ ടോട്ടൽ വരും. റൈറ്റ്, 17/3. ആൻസർ ഏതാ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, എങ്ങനെയാടാ, ഇവിടെ നമ്മൾ ഈ 2ഉം സീരീസ് ആണ്. സോ 4 ആയി. റൈറ്റ്, അത് 4 ആയി. ബാക്കി നമ്മൾ ഈ 8ഉം 4 എന്താണ്, പാരലാണ്. സോ നമ്മൾ അതിൻ്റെ പാരലിൻ്റെ എന്താണ് ഇക്വേഷൻ കൊടുത്ത് R1 R2 / R1 + R2. 8 × 4 ഡിവൈഡ് ബൈ 8 + 4 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 8/3. സോ നമ്മൾ ഇത് രണ്ടാളും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ 8/3 എഴുതി. ബാക്കി പിന്നെ അത് നോക്കിയാൽ മനസ്സിലാവും, അത് 3 സീരീസ് ആണ്. സോ 1 + 2 + 8/3 ആൻസർ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 17/3 Ohm. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്. സോ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ വീഡിയോയിലൊന്നും മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പോയി നോക്കുക, ആൻസർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, 17/3 ആണ് നമ്മളെ ആൻസർ, 17/3 Ohm. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 bulbs rated. ഓക്കെ, 2 ബൾബ് ഉണ്ട്, അതിൻ്റെ പവറും വോൾട്ടേജും ഉണ്ട്. 2 ബൾബിൻ്റെ പവറും വോൾട്ടേജും തന്നിട്ടുണ്ട്. അത് ഒരു 440 വോൾട്ടിൻ്റെ ഒരു സോഴ്സിനോട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഫ്യൂസ് ആവാന്ന് ചോദിച്ചത്. എടാ, ഇങ്ങനെ ഫ്യൂസ് ആവുന്ന ഏതാണെന്ന് ചോദിച്ചാലേ, ഓക്കെ, ഒരു ബൾബിന് എടുക്കാൻ പറ്റിയൊരു മാക്സിമം കറണ്ട് ഉണ്ട്. ഓക്കെ, ആ ഒരു കറണ്ടിൻ്റെ മേലെ പോയാലേ ഇതെന്ത് ചെയ്യും, കൂടുതൽ ഹീറ്റ് ആവും, ആ ബൾബ് ഫ്യൂസ് ആവും. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബൾബിന് എടുക്കാൻ പറ്റിയ ഈച്ച് ബൾബിന് എടുക്കാൻ പറ്റിയ മാക്സിമം കറണ്ട് കാണാം. അത് ഈ എന്താണ് സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ടിനെക്കാട്ടിയും കുറവാണെന്നുണ്ടെങ്കിൽ ബൾബ് ഫ്യൂസ് ആവും. അതായത് കൊടുക്കുന്ന കറണ്ട്, നമ്മളെ സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് ഇയാൾക്ക് താങ്ങാൻ പറ്റിയ കറണ്ടിനാട്ടിയും കൂടുതലാണെന്നുണ്ടെങ്കിൽ ബൾബ് ഫ്യൂസ് ആവും. സിമ്പിൾ ലോജിക്. റൈറ്റ്, സോ അതിന് നമുക്ക് എന്ത് കാണാം, രണ്ടാൾക്കും എടുക്കാൻ പറ്റിയ മാക്സിമം കറണ്ട് നമുക്ക് ആദ്യം കാണാം. ഓക്കെ, സോ നമുക്ക് ആ ബൾബിൻ്റെ ഡീറ്റെയിൽസ് ചെയ്താൽ 25 വോൾട്ട് 220 വോൾട്ട്. ഓക്കെ, ബൾബ് 1 എങ്ങനെ എടുക്കുന്നത്, B1 എടുക്കുന്നത് പവർ 25 വോട്ട് 220 വോൾട്ട് വോൾട്ടേജ്. ഓക്കെ, B2 എങ്ങനെ എടുക്കുന്നത്, B2 അതുപോലെ 100 വാട്ട്, പിന്നെയോ 220 വോൾട്ട്. ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ രണ്ടിനും മാക്സിമം എടുക്കാൻ പറ്റിയ കറണ്ട് കാണാം, പ്ലസ് നമ്മളെ സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് കാണാം. ഓക്കെ, സോ ഇവിടെ നിന്ന് എങ്ങനെ കറണ്ട് കാണാം, നമുക്കറിയാലോ. റൈറ്റ്, പവർ ഇസ് ഈക്വൽ ടു VI ആണ്. സോ I ഇസ് ഈക്വൽ ടു P/V ആണ്. റൈറ്റ്, P/V ആണ്. P എത്രടാ, 25 ഡിവൈഡഡ് ബൈ 220 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ വരും, 5/4
44, റൈറ്റ്? 5/44 ആംപിയർ. ഓക്കെ, ഞാൻ ഡെസിമൽ മാറ്റുന്നില്ല, തൽക്കാലം അവിടെ എടുക്കട്ടെ. ഓക്കെ, കാൽക്കുലേഷൻ അങ്ങനെ എടുക്കട്ടെ. ഓക്കെ, B2 ഞാൻ അതുപോലെ നമുക്ക് എന്ത് എഴുതാം? തൽക്കാലം നമുക്ക് ഇവിടെ I1 കൊടുക്കാം മാറാതിരിക്കാൻ വേണ്ടി. I2 അതുപോലെ നമുക്ക് കണ്ടുകൂടെ? P/V എത്രടാ? 100/220. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു 4 ഇരട്ടി ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്താൽ 20/44 എഴുതാം. ഓക്കെ, ഞാനിവിടെ മേലെ 100, ഇവിടെ 25 ആയതുകൊണ്ട് ഇൻറ്റു 4 എന്ന് ചെയ്തതാണ്. ഓക്കെ, അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ എത്ര ആൻസർ വരും? 10/22 വരും, അല്ലെങ്കിൽ 5/11 ആൻസർ വരും ആംപിയർ. ഓക്കെ, ഓക്കെ, അല്ലെങ്കിൽ ഇത് 20/44 തന്നെ എടുക്കട്ടെ. ഓക്കെ, നമുക്കൊരു കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, രണ്ടിന് ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. ഇനി നോക്കേ, ഇതിൽ ആർക്കാ കൂടുതൽ കറണ്ട് എടുക്കാൻ പറ്റാം? ഇതാണ് വലുത്, റൈറ്റ്? രണ്ടാമത്തെ ആൾക്ക് കൂടുതൽ കറണ്ട് എടുക്കാൻ പറ്റും. സോ ലൈക്ലി ടു ഫ്യൂസ് ഇയാളാണ്. ഒന്നെങ്കിൽ രണ്ടാളും അടിച്ചു പോകും, അല്ലെങ്കിൽ ഇയാൾ മാത്രം അടിച്ചു പോകും, റൈറ്റ്? ഇയാൾ മാത്രം അടിച്ചു പോകും, ഇയാൾക്ക് കുറഞ്ഞ കറണ്ട് എടുക്കാൻ പറ്റുള്ളൂ. എനിവേ അയാൾ മാത്രം അടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല, കാരണം അയാൾക്ക് നല്ല കറണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്? ഓക്കെ, സോറി. സോ ഇനി നമുക്ക് എന്താ കാണണ്ടേ? ഇനി നമുക്ക് ഈ സർക്യൂട്ട് കൂടെ പോകുന്ന കറണ്ട് കാണാം, റൈറ്റ്? സർക്യൂട്ട് കൂടെ പോകുന്ന കറണ്ട് കാണാം. അതിന് നമുക്ക് എന്തുണ്ട്? വോൾട്ടേജ് ഉണ്ട്. നമുക്കറിയാം V = IR, അല്ലെങ്കിൽ I = V/R ആണ്. സോ നമുക്ക് I കാണാൻ എന്താ അറിയണം? റെസിസ്റ്റൻസും കൂടി അറിയണം. സോ അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കാണൂടാ? ഇയാൾ രണ്ട് ബൾബ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇയാളെ റെസിസ്റ്റൻസ് പ്ലസ് ഇയാളെ റെസിസ്റ്റൻസ്. സോ രണ്ട് ബൾബിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കാണാം. R1 എഴുതിയാൽ നമുക്കറിയാം P = V²/R ആണ്. സോ R = V²/P. V എത്രയുടെ ഇയാളെ? 220 വോൾട്ട്. സോ 220² എത്രയാ? V²/P, റൈറ്റ്? 25. ഓക്കെ, അതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രയാ. ഓക്കെ, സോ എനിവേ 220 × 220 / 25 ചെയ്താൽ ഒരു ആൻസർ വരും, റൈറ്റ്? ഇവിടെ ഒരു 100 ഉണ്ട്, റൈറ്റ്? 100 നമ്മൾ എന്ത് എഴുതി? ആ രണ്ട് 100നെ നമ്മൾ വെട്ടിയിട്ട് ഇവിടെ ഒരു 4 എഴുതി, റൈറ്റ്? സോ 4 × 22 × 22 അതാണ് ആൻസർ. ഓക്കെ, അതവിടെ എടുക്കട്ടെ. ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഇതിങ്ങനെ കാൽക്കുലേഷൻ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെയും ഇതുപോലെ ഒരു ആൻസർ വരും. സോ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണോ എന്നല്ല അപ്പം ആലോചിക്കാം. വെറുതെ കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ ജസ്റ്റ് ഒരു തോട്ട് പ്രോസസ്സ് പറഞ്ഞാണ്. സോ R2 നമുക്ക് എന്ത് എഴുതാം? അതുപോലെ എഴുതാം. V²/220 × V², റൈറ്റ്? 220². 220 × 220 / P. P എത്ര എവിടാ? 100, റൈറ്റ്? 100. നമുക്കറിയാം ഈ 2 0 വെട്ടിപ്പോയാൽ ബാക്കി എന്തുണ്ടാവും? 2 2 അല്ല, 0 100 വെട്ടിപ്പോയാൽ എത്ര ഉണ്ടാവും? 22 × 22. വേണ്ട. സോ നമുക്ക് എന്ത് എഴുതണ്ടോ? ഇനി എക്സ്പാൻഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവും. സോ നമുക്കിനി ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. ആ ടോട്ടൽ എത്രയാണ്? R1 4 × 22 × 22. അത് 22 × 22. നമ്മളൊരു 22 × 22 X എടുത്താൽ, X ആക്കി എടുത്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാണാം? 4X + X എത്രയാണ്? 5X. അതായത് 5 × 22 × 22 എഴുതാം, റൈറ്റ്? ഒന്നുമില്ലാതെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് R1 + R2 ചെയ്യണം. R1 എന്ന് പറഞ്ഞാൽ 4 × X, ഇവിടെ X. സോ 4X + X 5X. X എന്ന് പറഞ്ഞാൽ 22 × 22. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് റെസിസ്റ്റൻസ് ആയി. ഇനി കറണ്ട് അറിയണം, റൈറ്റ്? കറണ്ട് I = V/R. നമ്മളെ കൊടുക്കുന്ന സോഴ്സിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 440. കാര്യങ്ങൾ എളുപ്പമായി. 440 / 5 × 22 × 22. ഓക്കെ, ഈ 22 അങ്ങ് വിട്ടി വെക്കുക കേട്ടോ. 2, റൈറ്റ്? സോ 20ൽ എത്ര ഉണ്ട്? 22 2. സോ 20ൽ 4 പ്രാവശ്യം, റൈറ്റ്? 4/22. 4/22 ആണ്. സോ നമുക്ക് /44 ഇവിടെ. നമുക്ക് ഇതായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ ഡിനോമിനേറ്ററിൽ 44 ആണ്. നമുക്ക് എത്ര എഴുതാം? 8/44 എന്ന് എഴുതാം, റൈറ്റ്? 8/44 ആംപിയർ, റൈറ്റ്? 8/44 ആംപിയർ. സോ ആര് ഫ്യൂസ് ആവും? ഡെഫിനറ്റ്ലി ഇയാൾ ഫ്യൂസ് ആവും, റൈറ്റ്? നോക്കടാ, ഇയാൾ ഫ്യൂസ് ആവും. ഇയാൾക്ക് എടുക്കാൻ പറ്റിയ കറണ്ട് എന്ന് പറഞ്ഞാൽ 5/44 ആംപിയർ ആണ്. ഇയാൾക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ട് എത്രയാ? സീരീസ് കണക്ഷൻ ആണ്, രണ്ടാൾക്കും സെയിം കറണ്ടാണ് കൊടുക്കുന്നത്, റൈറ്റ്? സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്. സോ നമ്മൾ സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 8/44 ആംപിയറാ. ഇയാൾക്ക് താങ്ങാൻ പറ്റിയ കറണ്ട് 5/44 ആംപിയറാ. ഇയാൾക്ക് 20/44 താങ്ങാൻ പറ്റും,
സോ ആര് ഫ്യൂസ് ആവും? ബൾബ് 1 ഫ്യൂസ് ആവും. ഓക്കെ, ബൾബ് 1 അതായത് 25 വാട്ട് ബൾബ് ഫ്യൂസ് ആവും. മനസ്സിലായി വിചാരിക്കുന്നേ? ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. നമുക്ക് പവറും വോൾട്ടേജും, രണ്ട് ബൾബിൻ്റെ പവറും വോൾട്ടേജും തന്നിട്ടുണ്ട്. ഇയാൾ നമുക്ക് എന്ത് ചെയ്യുന്നേ? ഒരു വോൾട്ടേജ് സോഴ്സിലോട്ട് ഘടിപ്പിക്കുന്നേ, സീരീസ് ആയിട്ട് ഘടിപ്പിക്കുന്നേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഫ്യൂസ് ആവാൻ ചാൻസ് എന്നാണ് ചോദിച്ചത്. അതിന് നമുക്ക് എന്ത് അറിയണം? രണ്ട് ബൾബിനും താങ്ങാൻ പറ്റിയ മാക്സിമം കറണ്ട് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്ത്? P/V ചെയ്ത് നമുക്ക് പവർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. സോ നമ്മൾ അവിടുന്ന് സാധനം കണ്ടുപിടിച്ച്, റൈറ്റ്, സാധനം കണ്ടുപിടിച്ച്. അതുപോലെ നമ്മൾ എന്ത് ചെയ്ത്? ഇവിടെ നിന്നും I2 ചെയ്ത്, I2 അതുപോലെ നമ്മൾ ചെയ്ത് നമുക്ക് രണ്ടാളെയും മാക്സിമം എടുക്കാൻ പറ്റിയ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ച്. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയണം? സർക്യൂട്ടിലോട്ട് പോകുന്ന കറണ്ട് അറിയണം. അതിന് നമുക്ക് എന്താ അറിയണം? റെസിസ്റ്റൻസ് അറിയണം. റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് R1 + R2 ആണ്. R1 കാണാൻ നമുക്ക് എന്ത് എഴുതാം? V²/P എന്ന് എഴുതാം. നമ്മൾ കണ്ടുപിടിച്ച് രണ്ടിനും കണ്ടുപിടിച്ച് രണ്ടും ആഡ് ചെയ്ത് നമുക്കൊരു ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്ത്? V/R വെച്ചിട്ട് ചെയ്തിട്ടപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കിട്ടി. ഈ സർക്യൂട്ടിലെ കറണ്ട് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബൾബ് 1 പോകുന്ന കറണ്ട്. സോ ബൾബ് 1 എന്തായാലും ഫ്യൂസ് ആവും. ദിസ് ഈസ് ലെസ് ദാൻ ബൾബ് 2 പോകുന്ന കറണ്ട്. സോ ബൾബ് 2 ഫ്യൂസ് ആവില്ല. ഇയാൾക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ കറണ്ട് താങ്ങാൻ പറ്റും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നേ? ഓക്കെ, 25 വാട്ട് ബൾബ് ഫ്യൂസ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ ലോങ് സോളിനോയിഡ് ഓഫ് ലെങ്ത് 2 meter ആൻഡ് റേഡിയസ് 10 cm ഹാവിംഗ് 2000 turns per meter. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് സോളിനോയിഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ഒരു ക്വാളിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് സോളിനോയിഡിൻ്റെ ലെങ്ത്തും ടേൺസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഒരു സോളിനോയിഡ് ആണെന്ന് വിചാരിച്ചോ. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വരാം? ഇങ്ങനെ, റൈറ്റ്. ഒരു നോർത്തും ഒരു സൗത്തും ഉണ്ടാവും. സോ ഇതിൻ്റെ ഉള്ളിലൂടെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, റൈറ്റ്. സോ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിട്ടാണ് ഉണ്ടാവുക? മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാവുക? സെൻറ്റർ, റൈറ്റ്. അറ്റ് ദ ലെഫ്റ്റ്, അറ്റ് ദ റൈറ്റ്, അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ്. ഔട്ട്സൈഡ് ദ സോളിനോയിഡ് അല്ല, അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ്. കാരണം എന്താ? അവിടെയാണ് നമ്മളെ ഫീൽഡ് ലൈൻസ് ഏറ്റവും കൂടുതൽ അടുത്തടുത്ത് നിൽക്കുന്നത്. സോ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ കൂടുതൽ ഉണ്ടാവുക? ഏറ്റവും സെൻറ്ററിൽ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിനോയിഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതൊന്നും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോ. B = μ0 Ni എന്നാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ പറയാം. ഓക്കെ, സോ ഇനി ഈ ഡീറ്റെയിൽസ് ഒക്കെ തരുവാണേ. നമ്മൾ നമ്പർ ഓഫ് ടേൺസ്, കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ടൊക്കെ തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന സോളിനോയിഡ് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. ഓക്കെ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. അതിൻ്റെ വാല്യൂ എത്രയാടാ? 4π × 10⁻⁻8. ഓക്കെ, ടെസ്ല മീറ്റർ ആംബിയർ ഇൻവേഴ്സ്. ഓക്കെ, ടെസ്ല മീറ്റർ ആംബിയർ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, എനിവേ യൂണിറ്റ് നിങ്ങൾ വല്ലാതെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, സോ I എന്ന് പറഞ്ഞാൽ കറണ്ടാണ് നമുക്കറിയാം. സോ എഴുതേണ്ട ആവശ്യമില്ല. N എന്ന് പറഞ്ഞാൽ N = ടോട്ടൽ ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ക്യാപിറ്റൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, L പറഞ്ഞാൽ ലെങ്ത്. സോ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഒരു മീറ്ററിൽ എത്ര ടേൺസ് ഉണ്ട്, റൈറ്റ്. അതായത് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട്, അതിനാണ് നമ്മൾ സ്മോൾ n എന്ന് പറയാം. ഓക്കെ, സോ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോ, യൂസ്ഫുൾ ആണ്, റൈറ്റ്. നമുക്കറിയാം NSC JS നമുക്ക് എന്തല്ല, ജസ്റ്റ് നമ്മൾ സ്കൂൾ ബുക്കിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോയാൽ പോരാ. +1 +2 ലെവലിലും കൂടി കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഉപകാരപ്പെടും. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി. സെൻറ്റർ ഓഫ് ദ സോളിനോയിഡിലാണ് മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ഉണ്ടാവുക. ഓക്കെ, നമ്മൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണ്, മാഗ്നറ്റിക് പെർമിയബിലിറ്റിൻ്റെ വാല്യൂ എന്നെല്ലാം പറഞ്ഞു. ഓക്കെ, ആ ഇക്വേഷൻ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കണം. 3 ഐഡന്റിക്കൽ ഇലക്ട്രിക് ബൾബ്സ് ABC, 3 ബൾബ് ഉണ്ട്. ബിയും സിയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള A ഒരു വോൾട്ടേജ് സപ്ലൈക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കി ബിയും സിയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ പവർ എടുക്കുന്ന ടോട്ടൽ പവർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം. പാരലൽ ആണെങ്കിൽ R1 R2/R1 + R2 അല്ലെങ്കിൽ 1/R = 1/R1 + 1/R2 എന്നൊക്കെ ചെയ്യാം, റൈറ്റ്. സീരീസ് ആണെങ്കിൽ R1 + R2 എന്നൊക്കെ ചെയ്യാം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കാം. പക്ഷേ പവർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്കറിയില്ല. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. പവർ = V²
അല്ലടാ അല്ലടാ. സോ P1 is equal to V square by R1 എന്ന് എഴുതി കൂടെ, റൈറ്റ്? ഇത് രണ്ടും സിയും ബിയും ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പി സി പി ബി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, റൈറ്റ്? എനിവേ ഇത് 1ഉം ഇത് 2 ആക്കി എടുത്തോ, റൈറ്റ്? സിയും ബിയും ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട, പി സിയും പി ബി ആയിക്കോട്ടെ. സോ പി സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സി എന്ന് എഴുതാം. പി ബി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ബി എന്ന് എഴുതാം, റൈറ്റ്? കാരണം എന്താ, ഇവിടെ വോൾട്ടേജ് സെയിം ആണ്, പാരലൽ വോൾട്ടേജ് സെയിം ആണ് നമുക്കറിയാം, റൈറ്റ്? പാരലൽ വോൾട്ടേജ് സെയിം ആണ്, എന്താണ് സീരീസിലെ കറണ്ട് സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് ആർ സി എന്ന് എഴുതാം. ആർ സി ബൾബ് സിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് എഴുതാം, വി സ്ക്വയർ ബൈ പി സി എന്ന് എഴുതാം, റൈറ്റ്? അതുപോലെ ആർ ബി നമുക്ക് എന്ത് എഴുതാം, പി സ്ക്വയർ ബൈ പി ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് രണ്ടും പാരലലാണ്. പാരലൽ കണക്ട് ചെയ്ത ആർ ടോട്ടൽ, രണ്ടാളും ടോട്ടൽ എന്താടാ, 1/r ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? 1/r1 പ്ലസ് R1/r2 എന്ന് എഴുതാം, റൈറ്റ്? സോ 1/r ടോട്ടൽ, ആർ ടോട്ടൽ എത്ര ഇടാം, 1/r ടോട്ടൽ 1/r1, R1 എത്ര ഇടാം, R1 നമുക്ക് ഇതാ, R1 അല്ലെങ്കിൽ ആർ സി എത്രയാ, വി സ്ക്വയർ ബൈ പി സി. സോ പി സി മേലേക്ക് വരും, ഡിവൈഡഡ് ബൈ വി സ്ക്വയർ പ്ലസ് 1/r2, R2 അല്ലെങ്കിൽ ആർ ബി. സിയും ബിയും നമ്മൾ 1ഉം 2 ആക്കി എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ പി ബി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഓക്കെ, നമുക്കിവിടെ അതുപോലെ ടോട്ടൽ 1/r ടോട്ടൽ എത്ര വരും, പി ടോട്ടൽ ബൈ വി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് വോൾട്ടേജ് എല്ലായിടത്തും കട്ടായി പോവും. നമുക്കൊരു ഇക്വേഷൻ കിട്ടി, പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2. ഓക്കെ, ഇതെവിടെ പാരലൽ കണക്ഷൻ, പാരലൽ കണക്ഷൻ. ഓക്കെ, മനസ്സിലാക്കി വെക്കുക, റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് രണ്ട് ബൾബ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും പവർ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുക, നമ്മുടെ റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സീരീസ് ചെയ്താലും അതേ ആൻസർ വരും. സീരീസ് എങ്ങനെയാണ് ചെയ്യുക, ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, ആർ ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് ആണെന്നുണ്ടെങ്കിലോ വേറെ കളറാക്കാം, റൈറ്റ്? സീരീസ് ആണെന്നുണ്ടെങ്കിലോ, കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, സീരീസ് ആണെന്നുണ്ടെങ്കിലോ ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 അല്ലെങ്കിൽ RA പ്ലസ് RB എന്ന് എഴുതാം, റൈറ്റ്? എന്താടാ RA എന്താടാ, അല്ലെങ്കിൽ സോറി RC പ്ലസ് RB. ഓക്കെ, വി സ്ക്വയർ ബൈ പി സി, റൈറ്റ്? വി സ്ക്വയർ ബൈ പി സി പ്ലസ് വി സ്ക്വയർ ബൈ പി ബി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താം, വി സ്ക്വയർ ബൈ പി ടോട്ടൽ. സോ ഇവിടെയും അതുപോലെ നമ്മൾ വി സ്ക്വയർ വെട്ടിപ്പോവും, നമുക്ക് കിട്ടും 1/p ടോട്ടൽ ഇസ് ഈക്വൽ ടു 1/p1 പ്ലസ് 1/p2. ഇതെവിടെയാടാ, ഇത് സീരീസ് കണക്ഷൻ, സീരീസ് കണക്ഷൻ. ഓക്കെ, സോ ആൻസർ ആയി, റൈറ്റ്? നമുക്ക് എങ്ങനെയാണോ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, റെസിസ്റ്റൻസിൻ്റെ ടോട്ടൽ ഇക്വലൻസ് റെസിസ്റ്റൻസ് കാണാം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പവറിൻ്റെ ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷന്. ഓക്കെ, പാരലലും റെസിസ്റ്റൻസ് സീരീസും. ഓക്കെ, ഇത് നമുക്ക് ഈസിയാണ്, റൈറ്റ്? എല്ലാം സെയിം പവറാണ്, റൈറ്റ്? എല്ലാം 60 വാട്ടാണ്, 60 വാട്ടാണ്, 60 വാട്ടാണ്, ഇതും 60 വാട്ടാണ്. ഇനി കാര്യങ്ങൾ ഇപ്പോൾ ഈ 60 പാരലൽ ഞാൻ പറഞ്ഞ്, നിങ്ങൾ പാരലൽ ആണെങ്കിൽ R/N ചെയ്യാം, ലൈക്ക് സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ. സോ ഇവിടെ രണ്ടെണ്ണം ഉള്ളത് 60/2 ചെയ്യാം, രണ്ടാം കൂടി എത്ര പവർ ഉണ്ടാവും, സോറി പാരലലാണ്, ഞാൻ തെറ്റിച്ചു. ഓക്കെ, നിങ്ങൾ തെറ്റിക്കരുത്, പാരലലാണ്, പവറാണ്, നമുക്ക് റെസിസ്റ്റൻസ് അല്ല വേണ്ടത്, ആരാ വേണ്ടത്, പവറാണ് വേണ്ടത്. സോ പവർ നമുക്ക് എന്ത് ചെയ്താൽ, ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യാം. ആ റെസിസ്റ്റൻസ് ആണെങ്കിൽ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2, പവർ ആണെന്നുണ്ടെങ്കിൽ P1 പ്ലസ് P2. സോ 60 പ്ലസ് 60 നമുക്ക് എന്ത് എഴുതാം, 120 എഴുതാം, രണ്ടും കൂടി നമുക്ക് 120 വരും, റൈറ്റ്? 60 പ്ലസ് 60 പി ടോട്ടൽ. അതുപോലെ ഇത് എന്ത് വരും, ഇത് പാരലൽ വരും. ഇപ്പോൾ നമുക്കത് മാറ്റി വരച്ചാൽ എന്തുണ്ടാവും, ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ ഉണ്ടാവും, ഇവിടെ. സോ ഇവിടെ ആയിട്ട് നമ്മളൊരു ബൾബുണ്ട്, റൈറ്റ്? ഇവിടെ ആയിട്ട് നമ്മളൊരു ബൾബുണ്ട്, സോറി ഇവിടെ ആയിട്ട് നമ്മളൊരു ബൾബുണ്ട്, 60 വാട്ടിൻ്റെ ഒരു ബൾബുണ്ട്, റൈറ്റ്? ഇനിയോ ഇവിടെ മറ്റൊരു ബൾബ്, നമ്മൾ ഇതിൻ്റെ രണ്ടിനും ഈക്വലൻസ് കണ്ട്
ടോട്ടൽ കണ്ടേ 120. സോ 120 വാട്ട്. സോ 120 60 നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടോട്ടൽ കാണാം, റൈറ്റ്. 120 60 എങ്ങനെയാണോ 120 60 പാരലാണ്, സീരീസ് ആണെന്നുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടേ, റൈറ്റ്. 1/PT is equal to 1/P1 plus 1/P2. സോ P total is equal to 60 120. ചെയ്താൽ ആൻസർ ആയി 120 into 60 by 120 plus 60 180. ഓക്കെ, സോ ആൻസർ 40 വാട്ട് ആൻസർ വരും. 40 വാട്ട് ആൻസർ ഉണ്ട്. യെസ്, ആൻസർ ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല. ആരെയും കൺഫ്യൂസ്ഡ് ആയിക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാൻ നോക്കുക. 3 ബൾബുണ്ട്, 3 ആളെയും പവർ തന്നിട്ടുണ്ട് 60 വാട്ട്. ടോട്ടൽ പവർ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഡിസിപ്പിറ്റ് ചെയ്യുന്ന ടോട്ടൽ പവർ. റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് കാര്യം കഴിഞ്ഞ്, റൈറ്റ്. റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും, പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം, സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ അറിയാം. പക്ഷേ പവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയില്ല. സോ അത് എങ്ങനെ ഞാൻ എന്ത് ചെയ്തേ, ഡിറൈവ് ചെയ്തെടുത്ത്, റെസിസ്റ്റൻസ് ഞാനത് ഡിറൈവ് ചെയ്തെടുത്ത് കാണിച്ചതാണിത്. ഓക്കെ, സോ രണ്ട് എന്താണ് ബൾബ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. റെസിസ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റ്. സോ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും 1/P is equal to 1/P1 plus 1/P2. എങ്ങനെയാണോ റെസിസ്റ്റൻസിൻ്റെ കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പവറിൽ. ഓക്കെ, ബാക്കി നമ്മൾ എന്ത് എഴുതേ, ജസ്റ്റ് സോ ഇത് രണ്ടും പാരലാണ്, ഞാൻ പറഞ്ഞേ പാരലാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂട്ടിയാൽ മതി 120 വാട്ട്. സോ ഇപ്പോൾ എന്താ, ഇവിടെ 120 ഇവിടെ ഒരു 60 പാരലൽ വന്ന് അത് നമ്മൾ 120 into 60 divided by 120 plus 60 ചെയ്ത് ആൻസർ ആയി 40 വാട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ 40 വാട്ടാണ് നമ്മൾ ആൻസർ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ നോക്കണം. എ പീസ് ഓഫ് വയർ P and 3 identical cells are connected in series. An amount of heat is generated in certain time interval in the wire due to passage of current. ഓക്കെ, നമുക്കൊരു വയർ P ഉണ്ട്, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഐഡൻറ്റിക്കൽ സെൽസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വരക്കാം. ഒരു P എന്നുള്ളൊരു വയറുണ്ട് ഇവിടെ. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 ഐഡൻറ്റിക്കൽ സെൽസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയോ now the circuit is modified by replacing P with another wire Q. P മാറ്റിയിട്ട് Q ആക്കി, സെൽസിന് എത്രണ്ണാക്കി, സെൽസിന് നമ്പർ കൂട്ടി N ഐഡൻറ്റിക്കൽ ആക്കി. കൂട്ടിയ കുറച്ച് നമുക്കറിയില്ല, എനിവേ N എണ്ണാണ് ഇപ്പോൾ ഉള്ളത്, N നമ്പറാണ് ഉള്ളത്, N ഐഡൻറ്റിക്കൽ സെൽസ്. ഓക്കെ ഓക്കെ, കണക്റ്റഡ് ഇൻ സീരീസ്, സെയിം നമ്മൾ സീരീസ് ആണ് കണക്ട് ചെയ്തേ, അത് പാരലൊന്നും ആക്കുന്നില്ല. ഓക്കെ, ഇനിയോ സോ നമുക്ക് ആ പിക്ചറും കൂടി വരച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയി. സോ ഇത് Q ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര സെൽസ് ഉണ്ട്, N സെൽസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു N സെൽസ് ഉണ്ട്. ഓക്കെ, നമ്പർ N, ഇവിടെ 3 സെൽസ് ആണുള്ളത്. ഓക്കെ, ഇനി വേറെ എന്താ തന്നിട്ടുള്ളത്, പിയും ക്യൂവും സെയിം ലെങ്ത് ആണോ അല്ലെങ്കിൽ സെയിം ഏരിയ ആണോ എല്ലാം നമുക്കറിയണം. ഓക്കെ, ഓൾ കണക്റ്റഡ് ഇൻ സീരീസ്. Q ഈസ് 4 times ലോങ്ങർ ഇൻ ലെങ്ത് ദാൻ P. അതായത് LQ എന്ന് പറഞ്ഞാൽ 4LP ആണ്. ഓക്കെ, LQ എന്ന് പറഞ്ഞാൽ 4LP ആണ്, 4 ടൈംസ് ആണ്. ഓക്കെ, ഇനിയോ വയർ P and Q are of സെയിം മെറ്റീരിയൽ ആണ്, സോ റെസിസ്റ്റീവ് വ്യത്യാസമില്ല. and have same diameter ആണ്, same material ആണ്. Okay, if the heat generated in the second situation is also same as before in the same time interval, then find N. അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് സെൽസ് എത്രയാണെന്നാ ചോദ്യം. ഓക്കെ, തന്നിട്ടുള്ള എന്താണ്, ഇവിടെ ഒരു P കണക്ട് ചെയ്ത് 3 സെൽസിലോട്ട്, ഇവിടെ N നമ്പർ ഓഫ് സെൽസ് Qലോട്ട് കണക്ട് ചെയ്ത് ഉണ്ടാവുന്ന ഹീറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉണ്ടാവുന്ന ഹീറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ലെങ്ത് ഒക്കെ സെയിം ആണെന്ന്, ലെങ്ത് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താ ആലോചിച്ച് തുടങ്ങി, റെസിസ്റ്റൻസിനെ പറ്റി ആലോചിച്ച് തുടങ്ങി. ഓക്കെ, സോ ഹീറ്റ് സെയിം ആണെന്നും കൂടി പറഞ്ഞോടുകൂടി നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, സോ രണ്ടിടത്തും ഉണ്ടാകുന്ന ഹീറ്റ് നമുക്ക് കാണാം, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ചെയ്ത ആൻസർ ആയി, റൈറ്റ്. രണ്ടിടത്തും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എങ്ങനെയാണ് കാണാം, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജിയാണ്. എനർജിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്, റൈറ്റ്. I²RT. പക്ഷെ ഇവിടെ കറണ്ടിനെ പറ്റി നമുക്കൊരു വിവരമില്ല, റൈറ്റ്. VIT, അവിടെയും കറണ്ട് ഇട്ടാൽ നമുക്കൊരു വിവരമില്ല. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, V²/R × T. ഓക്കെ, V²/R × T. ഓക്കെ, സോ ഇവിടുത്തെ ഹീറ്റ് അതായത് HP നമുക്ക് എഴുതാം. പിയിൽ ഉണ്ടാകുന്ന ഹീറ്റ് V²/R × T. ആ ടോട്ടലാണ്.
യെസ് ആ ടോട്ടൽ അല്ലെങ്കിൽ പീൻ്റെ റെസിസ്റ്റൻസ് വോട്ടെവർ. ഓക്കെ, സോ വി സ്ക്വയർ എത്രയുടെ വി സ്ക്വയർ അല്ലെങ്കിൽ വി എത്ര ഇവിടെ 3 സെൽസ് പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാം. നമുക്കറിയാം സീരീസിൽ വോൾട്ടേജ് വ്യത്യാസമാണ്. സോ നമ്മളത് ആഡ് ചെയ്യണം. സീരീസിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് എഴുതാം, ഒരാളത് വി എന്ന് എടുത്താൽ ഒരാളത് എത്ര തന്നിട്ടില്ല, റൈറ്റ്. എനിവേ നമുക്ക് 3v എന്ന് എടുക്കാം, റൈറ്റ്. യെസ് 3 എണ്ണമാണ്. സോ 3v സ്ക്വയർ എന്ന് എടുക്കാം ഡിവൈഡഡ് ബൈ RP. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയായിരിക്കും വരിക, ഇവിടെ HQ ഇസ് ഈക്വൽ ടു അതുപോലെ വി സ്ക്വയർ ബൈ പി ഇൻറ്റു ടി, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് വരും. സോ ഇവിടെ വി സ്ക്വയർ എത്ര വരാം, എൻ ഇൻറ്റു വി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ, റെസിസ്റ്റൻസ് ക്യൂവിൻ്റെ റെസിസ്റ്റൻസ്, റൈറ്റ്, ഇൻറ്റു ടി. ഓക്കെ, സോ നമുക്കായി. ഇനി നമുക്ക് പിയും ക്യൂവും പിൻ്റെയും ക്യൂവിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ റിലേഷൻ അറിയണം. ആ റിലേഷൻ കൂടി അറിഞ്ഞാലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ വി നമുക്ക് ഡയറക്റ്റായിട്ട് കാണാം, അല്ലെങ്കിൽ എൻ കാണാം. സോറി, നമുക്ക് വി വെട്ടി പോവും, എൻ ഡയറക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് എഴുതാം, റൈറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യാനുള്ള, റൈറ്റ്. ഇങ്ങനെ എങ്ങടാ നോക്കുക. സോ റോ എൽ നമുക്ക് സെയിം മെറ്റീരിയൽ എന്നുണ്ട്. സോ റോ മാറ്റണ്ട, ലെങ്ത് നമുക്കറിയാം, ലെങ്ത്തിൻ്റെ കമ്പാരിസൺ നമുക്കറിയാം. എ നമ്മൾ മാറ്റണം, എ നമുക്കറിയില്ല, റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ലേ. സോ പൈ ആർ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടേഴ്സ് ഒക്കെ ബേസിക്കലി എന്താണ്, ഒരു സിലിണ്ടർ ആണ്. സോ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ ആണ്, സർക്കിൾ ആണ്. സോ നമുക്ക് ഇവിടെ മനസ്സിലാവും ആർ സെയിം ആണ്, പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, റോ ഒരു എന്താണ് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് സെയിം ആണ്. സോ ആർ പ്രൊപ്പോർഷണൽ ടു എൽ. ആർ പ്രൊപ്പോർഷണൽ ടു എൽ പറഞ്ഞാൽ എന്താണ്, ആർ ക്യൂ എത്ര വരും, ക്യൂവിൻ്റെ ലെങ്ത് എൽ പിൻ്റെ ലെങ്ത്തിൻ്റെ 4 ഇരട്ടിയാണ്. സോ ആറിൻ്റെ റെസിസ്റ്റൻസ് പിൻ്റെ റെസിസ്റ്റൻസിൻ്റെ 4 ഇരട്ടി ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി, റൈറ്റ്, ആൻസറായി. എച്ച് ക്യൂ നമുക്ക് എത്ര എഴുതാം, എൻ വി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എൻ സ്ക്വയർ വി സ്ക്വയർ വട്ടെവർ. ഓക്കെ, എൻ സ്ക്വയർ വി സ്ക്വയർ, എൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ക്യൂ നമുക്ക് 4RP എഴുതാം. ഓക്കെ, ഇൻറ്റു ടി. ഓക്കെ, ഇനി കാര്യങ്ങൾ എളുപ്പമായി, റൈറ്റ്. ഇനി ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇക്വേറ്റ് ചെയ്താലേ രണ്ടിടത്ത് ഉണ്ടാകുന്ന ഹീറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടേ ഞാനത് രണ്ടും ഇക്വേറ്റ് ചെയ്താലേ നമുക്ക് വേണ്ട ആളെ കിട്ടും. ആരാ നമുക്ക് വേണ്ട ആളെ, എൻ. ഓക്കെ, നമുക്ക് വേണ്ട ആളെ കിട്ടും. സോ ഇതിനെ ഞാനൊന്ന് ലാബറേറ്റ് ചെയ്യണേ. 9v സ്ക്വയർ ഡിവൈഡഡ് ബൈ RP ഇസ് ഈക്വൽ ടു ദിസ് എൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെ ഒരു ടി ഉണ്ടാവും, അത് വെട്ടിപ്പോവും. ഓക്കെ, 4RP ഇൻറ്റു ടി. ഓക്കെ, ഈ ടി വെട്ടിപ്പോവും, പിന്നെയോ RP വെട്ടിപ്പോവും, വി സ്ക്വയർ വെട്ടിപ്പോവും. വി സ്ക്വയർ നമുക്ക് കാണേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ ബോധർ ചെയ്യാഞ്ഞ്. സോ ഇനി എന്താ വേണ്ടത്, എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 4 ഇൻറ്റു 9 അതായത് 36. സോ എൻ എത്ര ആൻസർ വരും, √36. ആൻസർ എത്ര വരിക, 6. സോ 6 സെൽസ് ആണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി വിചാരിക്കുന്നേ. ഓക്കെ, മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് എന്തുണ്ട്, പി എന്നുള്ളൊരു വയറ് 3 സെൽസിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യൂ എന്നുള്ള വയറ് നമ്മൾ N സെൽസിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടിടത്തുണ്ടാവുന്ന ഹീറ്റ് എനർജി സെയിം ആണ്. ക്യൂ എന്നുള്ള വയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പി എന്നുള്ള വയറിൻ്റെ ലെങ്ത്തിൻ്റെ 4 ഇരട്ടിയാണ്. സോ രണ്ടിടത്തുള്ള ഹീറ്റ് ഉണ്ടാവുന്ന ഹീറ്റ് എനർജി സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ N എത്രയാണെന്നാണ് ചോദിച്ചത്, എത്ര സെൽസാണ് ഇവിടെ കണക്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ എന്ത് ചെയ്തത്, നമുക്കറിയാം ഹീറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ട് സോ ഹീറ്റ് ആണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഹീറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. വേറെ ഇക്വേഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ കറണ്ടിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നുമില്ല. സോ നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. വി ഇവിടെ 3 നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്തത്. സോ നമ്മൾ വി പ്ലസ് വി, സോ 3v ഇവിടെ എടുത്ത്. ഇവിടെ അതുപോലെ n പ്ലസ് വി പ്ലസ് എത്ര ടൈംസ്, n ടൈംസ്. സോ എൻ വി, സോ ഹോൾ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ചെയ്താൽ എന്തായി, ഇത് നമുക്ക് രണ്ടാക്കും ഇക്വേറ്റ് ചെയ്യാം. രണ്ടാളെയും ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ടി കൂടെ ഞാൻ നേരത്തെ എഴുതാൻ പറഞ്ഞാണേ. ഓക്കെ, എനിവേ ആ ടി വെട്ടിപ്പോവും. ഓക്കെ, സോ ആൻസർ എന്ന് വിചാരിക്കുന്നത് മനസ്സിലായി. നമ്മൾ അത് എന്ത് ചെയ്തേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ എന്നെ √36 ഈസ് ഈക്വൽ ടു 6 എന്ന ആൻസർ വന്നേ. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസിൻ്റെ കമ്പാരിസൺ പിന്നെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്താണ് റോ എൽ ബൈ എ. ഇനി എന്താ, ഇനിയിപ്പോൾ ലെങ്ത് സെയിം ആയിച്ചോ, ഇതാ വ്യത്യാസം വന്നേ, ഏരിയ വ്യത്യാസം വന്നേ, അല്ലെങ്കിൽ ഏരിയ ഡയറക്റ്റ്ലി തന്നെ, അല്ലെങ്കിൽ 6 വ്യത്യാസം വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ
എല്ലും റോയും വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, R പ്രൊപ്പോർഷണൽ ടു 1/r² നമ്മളൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ, അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മുന്നത്തെ വീഡിയോസൊക്കെ കാണാം, അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ വരും. ഓക്കെ 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 6 ആണ് ആൻസറേ നമ്മൾ കണ്ടുപിടിച്ച്. ഓക്കെ ഓക്കെ തിയറി ക്വസ്റ്റ്യൻ കുറേ നമ്മൾ പ്രോബ്ലം തന്നെ ചെയ്തു. അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ റിലാക്സേഷൻ ആണ്. എ ഫിസിക്സ് ടീച്ചർ ആൻഡ് ഹിസ് ഫാമിലി ആർ ട്രാവലിംഗ് ഇൻ എ കാർ ഓൺ എ ഹൈവേ ഡ്യൂറിംഗ് എ സിവിയർ ലൈറ്റ്നിങ് സ്റ്റോം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് നല്ല ഇടിവെട്ടുണ്ട്. സോ ഒരു ഫിസിക്സ് ടീച്ചറും കുടുംബവും എന്ത് പോകണേ, ഒരു കാറിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ സോ ഇടിവെട്ട് ഏൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതാണ്, ലൈറ്റ്നിങ് ഏൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. സേഫസ്റ്റ് പ്ലേസ് വിൽ ബി ഇൻസൈഡ് ദ കാർ ആസ് ദ ചാർജ് ഡ്യൂ ടു ലൈറ്റ്നിങ് ടെൻ ടു റിമെയിൻ ഓൺ ദ മെറ്റൽ ഷീറ്റ് ഓർ സ്കിൻ ഓഫ് ദ വെഹിക്കിൾ സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. റൈറ്റ്, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു എന്താണ് മെറ്റലിൻ്റെ ഒരു കവചം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഏൽക്കൂല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാരഡേ കേജ്. റൈറ്റ്, ഫാരഡേ കേജ് ഒക്കെ ചിലവർ കേട്ടിട്ടുണ്ടാവും. അല്ലാത്തവരെ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ കിട്ടും. ഓക്കെ, അതായത് ഒരു മെറ്റലിലോട്ട് നമ്മൾ കറണ്ട് കൊടുത്താൽ അത് അതിൻ്റെ സർഫേസിൽ അങ്ങനെ നിലനിൽക്കും. ഓക്കെ, അതിൻ്റെ ഉള്ളിലോട്ട് ആ ലൈറ്റ്നിങ് ഏൽക്കൂല. നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ കിട്ടും. ഫാരഡേ കേജ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു കാറ് ഇയാൾക്കൊരു ഫാരഡേ കേജ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇയാളെ ലൈറ്റ്നിങ്ങിന് അല്ലെങ്കിൽ ഈ ഫിസിക്സ് ടീച്ചറെ ലൈറ്റ്നിങ്ങിന് ഇയാൾ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, യെസ്. ഓക്കെ ഓക്കെ, എല്ലാം കുറേ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. എ കണ്ടക്ടർ ഇൻ ദ ഫോം ഓഫ് എ സർക്കുലർ ലൂപ്പ് ഈസ് ക്യാരിയിങ് കറണ്ട് ഐ. ഓക്കെ, കറണ്ട് ഐ ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലെയിൻ തന്നിട്ടുണ്ട്. എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. ഏതാ എക്സ് വൈ പ്ലെയിൻ? ഇതാണ് എക്സ് വൈ പ്ലെയിൻ. സോ ഇത് വൈ ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, സെഡ് വൈ എക്സ്. സോ ഏതാ എക്സ് വൈ പ്ലെയിന്? ഇത് എക്സും വൈ ആക്സിസ് ഡിഫൈൻ ചെയ്യുന്ന പ്ലെയിൻ ആണ് എക്സ് വൈ പ്ലെയിന്. എക്സ് സെഡ് പ്ലെയിൻ ഏതാ? എക്സും സെഡും ആക്സിസും ഡിഫൈൻ ചെയ്യുന്ന പ്ലെയിൻ. ഓക്കെ, ഇനി വൈ സെഡ് പ്ലെയിനോ? വൈ സെഡ് പ്ലെയിൻ ഇതിൽ കൊടുത്തിട്ടില്ല, ഇതിങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ആ രണ്ട് ആക്സിസ് കാര്യങ്ങളെല്ലാം നമുക്കറിയുന്നതാണ്. മാത്സിൽ നിങ്ങൾ 3D ജോമെട്രി ഒക്കെ പഠിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്മൾ കറണ്ട് പാസ് ചെയ്യാണ് ഇതിലൂടെ. ഇവിടെ ഇങ്ങനൊരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഏത് ഡയറക്ഷന്? ഈ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലെയിനാടാ? എക്സ് വൈ എക്സ് എൻ പ്ലെയിനിലെ, അതായത് ഇതിൽ കാണിച്ച പ്ലെയിൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കേണ്ട റൂൾ ഏതാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ചില റൂൾസ് ഉണ്ട്, നിങ്ങളത് ആലോചിക്കണം. ഏതൊക്കെടാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷനിൽ നിങ്ങളെ തമ്പ് പിടിച്ചാൽ ഈ കേൾ ചെയ്യുന്ന ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഉണ്ടാവുന്നത്. ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. സോ ഈ ഒരു പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്? ഈ ഒരു പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഈ ഒരു പ്ലെയിനെ, അതായത് എക്സ് പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്? ഇങ്ങോട്ട്, ഉള്ളിലോട്ട്. റൈറ്റ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പിടിച്ചാൽ ഏതോടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ? ഇങ്ങോട്ട്. റൈറ്റ്, ഇങ്ങോട്ട്. യെസ്, ഇതിൽ കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ്റെ തെറ്റാണ് കൊടുക്കുന്നത്. സോ ഈ ഓപ്ഷൻ നമുക്ക് തെറ്റാണ്, ഇപ്പോൾ തന്നെ പറയാം. റൈറ്റ്, ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ ഓപ്ഷൻ കറക്റ്റാണ്. റൈറ്റ്, ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനിയോ എക്സ് സെഡ് പ്ലെയിൻ, അതുപോലെ എക്സ് വൈ പ്ലെയിൻ ഈ പ്ലെയിൻ മറ്റേ പ്ലെയിൻ എങ്ങനെയാണ് ഡയറക്ഷൻ പോവാം? ഇതിൽ ഇങ്ങനെ പോകുന്നത്. റൈറ്റ്, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ കാണുന്നു വിചാരിക്കുന്നത്, മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. റൈറ്റ്, സോ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട്, ഇവിടെ അങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് തെറ്റാണ്. സോ നമ്മൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. റൈറ്റ്, ഓപ്ഷൻ എ ആണ് നമ്മൾ ആൻസർ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. വേറെ ഒരു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ഓർമ്മ ഉണ്ടാവും. ചിലവർ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. റൈറ്റ്, അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി
അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തമ്പ് റൂളാണ് ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ല, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇതിലേതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഫോഴ്സ്, നമ്മളെ തമ്പ്. സോ ഇത് ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഓക്കെ, ഫാദർ മദർ കറണ്ട്. ആർക്കെങ്കിലും ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. ഫാദർ ഫോഴ്സ്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് കറണ്ട്. ഫാദർ മദർ ചൈൽഡ്, സോറി, ഫാദർ മദർ ചൈൽഡ്, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് കറണ്ട്. ഓക്കെ, ഏതാടാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, എല്ലാം കൂടി പഠിച്ചിട്ട് പ്രാന്താവരുത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പരസ്പരം കൺഫ്യൂസ്ഡ് ആവരുത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. അത് എന്താണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. സോ ആ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫാദർ മദർ ചൈൽഡ്, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്. ഓക്കെ, ആ ഒരു ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഒരാളും കൂടി ഡിസ്കസ് ചെയ്തത് ലെൻസസ് റോൾ. മറക്കരുത്, ലെൻസസ് റോൾ. റൈറ്റ്, ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു ഓർത്ത് വെക്കാൻ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് റൈറ്റ് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പമായി ഞാൻ പറഞ്ഞു തന്നീനെ. ക്ലോക്ക് വൈസ് സൗത്ത്, റൈറ്റ്, ക്ലോക്ക് വൈസ് കറണ്ട്, EMF. ഇതെന്തിനാടാ യൂസ് ചെയ്യുന്നത്? ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിലൊരു EMF ജനറേറ്റ് ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു EMF ജനറേറ്റ് ചെയ്യും. ആ EMF ഉണ്ടായ ഫ്ലക്സ് ചേഞ്ചിനെ മാറ്റാൻ നോക്കും. സോ ആ EMFൻ്റെ ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ആയിരിക്കും, സൗത്ത് പൊസിഷൻ ആയിരിക്കും. റൈറ്റ്, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നത്. സോ മാഗ്നറ്റിൻ്റെ റിപ്പൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ EMF ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ഈ 3 റൂള് നിങ്ങൾ എന്തായാലും പഠിച്ചെടുക്കണം. ഓക്കെ, നിങ്ങൾ NSCGS-നൊക്കെ പഠിച്ച് എന്താണ് പഠിക്കുന്ന ആൾക്കാരല്ലേ, ഓർത്ത് വെക്കണം. ഓക്കെ, പരസ്പരം ഒന്ന് മാറിപ്പോരുത്. മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും. മാഗ്നറ്റിക് ഫീൽഡ് എന്തിനാ? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് അറിയാൻ. ഇതോ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനാണ്? ഫോഴ്സ് അറിയാൻ. ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് കാര്യം കണ്ടക്ടർ വെച്ചാൽ എന്താണ് അതിൻ്റെ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് അറിയാൻ. ഓക്കെ, ലെൻസസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്താൽ. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്യണേ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ലൈൻസിൽ അതിലൊരു ചേഞ്ച് ഉണ്ടായാൽ ഒരു EMF ജനറേറ്റ് ചെയ്യും. ആ EMF ഉണ്ടായ ഫ്ലക്സിനെ ഒഴിവാക്കാൻ നോക്കും. സോ ഒരു നോർത്ത് പോൾ വരുന്നുണ്ടെങ്കിൽ ആ നോർത്ത് പോൾ അവിടെ ജനറേറ്റ് ചെയ്യും. നമ്മൾ മാഗ്നറ്റ് താഴോട്ടിടുന്ന കേസ് നമ്മൾ പഠിച്ചാണ്. റൈറ്റ്, സോ അവിടെ നോർത്ത് പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാവണം, സൗത്ത് പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിലാവണം. ഓക്കെ, ഇത് ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണാം, നമ്മളവിടെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ റൂൾസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ നമ്മുടെ ഓപ്ഷൻ ഇവിടെ A ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞൊരു എന്താണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ ഫൗണ്ടേഷൻ ലെവലിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ ചിലവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലവർ അല്ലാത്തവർ +2 പഠിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഓക്കെ, നമ്മളെ EMFs കമ്പാരിസൺ, 2 സെൽസിൻ്റെ EMFs കമ്പാരിസണൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. EMF കമ്പാരിസൺ, EMS കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഇതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നുമില്ല, അല്ലെങ്കിൽ വർക്കിംഗ് ഒന്നുമില്ല. ഇതിനൊരു പ്രൈമറി സർക്യൂട്ട് ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും? പോരാതെ തന്നെ നമ്മളൊരു സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട്. സെക്കൻഡറി സർക്യൂട്ട് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ട ഒരു EMF ഉള്ള ഒരു സർക്യൂട്ട്. സോ ഇതിന് നമ്മൾ എന്ത് പറയും? ജോക്കി എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഗാലനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ജോക്കി. സോ ഇത് നമ്മൾ മൂവബിൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ലെങ്ത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കും. ഓക്കെ, സോ ഈ പ്രൈമറി സർക്യൂട്ട് ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കും, നമ്മളൊരു EMF ഇങ്ങോട്ടൊരു വോൾട്ടേജ് കൊടുക്കും. സോ ആ വോൾട്ടേജ് എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ, ഈ ഒരു ലെങ്ത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ ടോട്ടൽ 10 മീറ്റർ ലെങ്ത്തോളം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ലെങ്ത്ത് L എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആവും, ഡിഫ്ലക്റ്റ് ചെയ്യാതെ നിൽക്കും. അതായത് ആ പൊട്ടൻഷ്യൽ രണ്ടിടത്തും സെയിം ആണെന്ന് അർത്ഥം. സോ ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു EMF പ്രൊപ്പോർഷണൽ ടു L. ഓക്കെ, അതായത് ആ ലെങ്ത്തിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ പറയാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഇത്രയെങ്കിലും അറിഞ്ഞു വെക്കാം. ഓക്കെ, ഈ പ്രൊപ്പോർഷണൽ ടു L. ഓക്കെ, സോ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെങ്ത്ത് ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതായത്
നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഡിഫ്ലക്ഷൻ 0 ആവുന്നത് ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞ് നമ്മൾ കൊടുത്ത ഇ എം എഫിനെയും എന്താണ് ടോട്ടൽ എത്ര വയറിൻ്റെ ലെങ്ത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതെങ്കിലും അറിഞ്ഞു വെക്കാം. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ കുറച്ചൊരു അഡ്വാൻസ്ഡ് സാധനമാണ്, ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിന് എന്താ പറയുള്ളത്? ഓക്കെ, സോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കമ്പാരിസൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് പറഞ്ഞ പോലെ, സോ ഇതൊരു ഇയോൺ എന്ന് വെച്ചോ, ഇതൊരു നമുക്കറിയുന്ന ഒരു ഇ എം എഫ് ആണ്. ഇനി എന്ത് ചെയ്യും? ഇത് ഡിസ്കണക്ട് ചെയ്യും, നമ്മൾ വേറൊരു സാധനം വെക്കും, നമുക്കറിയാത്തൊരു ഇ എം എഫ് വെക്കും, E2. ഓക്കെ, സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇവിടെ നമ്മളിതുപോലെ ഗാൽവനോമീറ്റർ വെക്കും, ജോക്കി വെക്കും, ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യും, നമ്മൾ ആ ലെങ്ത് കണ്ടുപിടിക്കും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? E1 പ്രൊപ്പോർഷണൽ ടു L1 കിട്ടും, ആ ഒരു ലെങ്ത് കിട്ടും. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 കാണുന്നത്. അതുപോലെ രണ്ടാമത്തെ സെല്ല് വെക്കുമ്പോൾ അതുപോലെ നമുക്കൊരു ഡിഫ്ലക്ഷൻ എന്താണ് 0 ആവുന്ന ഒരു പോയിന്റ് കിട്ടും. സോ നമ്മൾ L2 എന്ന് പറയും. സോ നമുക്ക് എങ്ങനെ കമ്പാരിസൺ ചെയ്യാം? E1/E2 = L1/L2 എന്ന് എഴുതി കൂടെ. യെസ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, സോ ഈ ഇക്വേഷനും കൂടെയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് E1 അറിയാമെന്നുണ്ടെങ്കിലോ നമുക്ക് E2 കണ്ടുപിടിക്കാം. റൈറ്റ്, അതായത് നമുക്ക് അറിയുന്നൊരു ഇ എം എഫ് ഉള്ള ഒരാളെ ആദ്യം വെച്ചിട്ട് ഈ ഒരു ഡിഫ്ലക്ഷൻ 0 ആവുന്ന പോയിന്റ് നോക്കാം. എന്നിട്ട് E2 നമുക്ക് അറിയാത്ത ഒരാളെടുക്കുക, ആ ഒരു പോയിന്റ് നോക്കുക. അപ്പോൾ നമുക്ക് E1 അറിയാം, L1 അറിയാം, L2 നമ്മൾ നോക്കിയാൽ കിട്ടും. ഓക്കെ, സോ E2 കാണാം. സോ കമ്പാരിസൺ ഓഫ് ഇ എം എഫ്, ഇന്ത്യൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, പിന്നെ അറിയാത്തൊരു ഇ എം എഫ് കണ്ടുപിടിക്കാൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞൊരു തിയറിയെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് എ കണ്ടക്ടിങ് വയർ വിച്ച് ക്യാരീസ് കോൺസ്റ്റന്റ് കറന്റ് ഈസ് 0. അസേഷൻ ആണ്, അസേഷൻ റീസൺ. നെറ്റ് ചാർജ് ഓൺ ദ കണ്ടക്ടിങ് വയർ ഈസ് 0. നമുക്കറിയാം എന്താണ് കണ്ടക്ടിങ് വയറിൽ അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടെങ്കിലും അതെന്താണ്? വയർ ഒരു ന്യൂട്രലാണ്. റൈറ്റ്, പ്ലസ് ചാർജസും നെഗറ്റീവ് ചാർജസും അതിലെന്താണ്? സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ഔട്ട്സൈഡിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് കണ്ടക്ടിങ് വയർ വിച്ച് ക്യാരീസ് കോൺസ്റ്റന്റ് കറന്റ് ഈസ് 0. നെറ്റ് ചാർജ് ഓൺ ദ കണ്ടക്ടിങ് വയർ ഈസ് 0. സോ അസേഷനും റീസണും കറക്റ്റാണ്, ഞാൻ പറഞ്ഞ തന്നെ. റൈറ്റ്, റീസൺ ആണ് കറക്റ്റ്, അസേഷൻ്റെ കറക്റ്റ് റീസൺ തന്നെയാണ്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ തൽക്കാലം എന്താണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. റൈറ്റ്, റെസിസ്റ്റൻസ്, പവർ, റൈറ്റ്, റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻസ്, പിന്നെ പവറിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ച്, ആ ഇക്വേഷൻസ് ഒക്കെ എന്തായാലും ഓർത്ത് വെക്കാം. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കുറച്ച് റെസിസ്റ്റൻസ് കിട്ടാനുള്ള ഒരു ചാൻസ് ഇതിലുണ്ട്. റൈറ്റ്, ഏതൊക്കെയാണ്? I²RT. റൈറ്റ്, എനർജിൻ്റെ ഇക്വേഷൻസ് I²RT, V²/R × T, VIT. ഓക്കെ, അതിനെല്ലാം ടി കളഞ്ഞാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻസ് കിട്ടും. കാരണം എനർജി ബൈ ടൈമാണ് പവർ. ഓക്കെ, പിന്നെ നമ്മൾ ചെറുതായിട്ട് EMI ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തേ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ 3 റൂൾസ് ഡിസ്കസ് ചെയ്തേ. റൈറ്റ്, അല്ലെങ്കിൽ ഡയറക്ഷൻ കാണാതെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, പിന്നെ ലെൻസസ് റൂള്. റൈറ്റ്, ലെൻസസ് റൂള്. പിന്നെ അപ്പോൾ ആലോചിക്കുക കമ്പ്യൂട്ടർ സയൻസ്, ക്ലോക്ക് വൈസ് സൗത്ത്. ഓക്കെ, എല്ലാം ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ പവറിൻ്റെ കോമ്പിനേഷൻസ്. റൈറ്റ്, റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പാരലൽ ആണെന്നുണ്ടെങ്കിൽ P1 + P2, സീരീസ് ആണെന്നുണ്ടെങ്കിൽ P1 P2/P1 + P2. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പവറിൻ്റെ കോമ്പിനേഷൻസ് റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻസിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ പിന്നെ നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഏത് ബൾബ് ഫ്യൂസ് ആവുന്നുള്ളത്. റൈറ്റ്, കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? അവസാനത്തോട്ട് വെക്കുക. ഓക്കെ, നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുമ്പോൾ ആദ്യം ഈസിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം, ശേഷം നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഇത് പെട്ടെന്ന് കിട്ടുന്നു. അത് ആദ്യം പെട്ടെന്ന് എഴുതാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്കെ, ഞാനിത് കുറച്ച് സമയം എടുത്താൽ, കുറച്ച് എഫേർട്ട് എടുത്താൽ, ആലോചിച്ച് നോക്കിയാൽ ഓക്കെ എനിക്ക് ആൻസർ കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ രണ്ടാമത് എഴുതാം. പിന്നെ ചിലത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഒട്ടും ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പോഴേ അങ്ങ് വിടാം. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. എല്ലാവരും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ബയോളജിയൊക്കെ നന്നായിട്ട് എഴുതാം. നമ്മളെ പ്ലേലിസ്റ്റൊക്കെ പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യും. എല്ലാവരും NSC JS നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.